അൽഹംദുലില്ലാഹില്ലദീ അക്മല ലനദ്ദീൻ വഅതമ്മ അലൈനാ അൻ-നിഅമ വറളിയ ലനൽ ഇസ്ലാമ ദീന വജഅലനാ മിൻ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറു ബിൽ മഅറൂഫി വതൻഹാ അനിൽ മുൻകർ വതുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹകീം വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദ് الذي أرسله ربه هاديا ومبشرا ونذيرا ومنيرا وداعيا إلى الله بإذنه وسراجا منيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون വിശ്വാസികൾ സർവശക്തനായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതാഅതു. സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷബീർ തിക്കോടി, ഷബീർ നന്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സഹോദരൻ നമ്മോട് 1-2 ദിവസം മുമ്പ് വിട പറഞ്ഞു. വളരെ മനോവിഷമത്തോടും നിറഞ്ഞ കണ്ണുകളോടുമാണ് നാം അദ്ദേഹത്തെ യാത്ര അയച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ഒരു മഹാ അനുഗ്രഹമാണ്. സാധാരണ ആളുകൾക്ക് ലഭിക്കാത്ത ഒരു മഹാ അനുഗ്രഹമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് വിവരിച്ചു തരുന്നത്. ഏതൊരു മനുഷ്യനും മരണം സുനിശ്ചിതമാണ്. ആ മരണസമയത്ത് നല്ല മരണത്തോടു കൂടി വിട പറയുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നല്ല മരണം എന്ന് പറയുന്ന ഒന്നുണ്ട്, ചീത്ത മരണം എന്ന് പറയുന്ന ഒന്നുമുണ്ട്. ആ നല്ല മരണം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? അതിനൊന്നാമതായി വേണ്ടത് സത്യവിശ്വാസത്തോടു കൂടിയുള്ള സൽക്കർമ്മങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. ജീവിതാന്ത്യം വരെ വിശ്വാസത്തോടു കൂടി സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന, അതോടൊപ്പം നല്ല മരണം തരണമേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മോട് വിട പറഞ്ഞു പോയ ആ മനുഷ്യൻ, ആ സഹോദരൻ, അദ്ദേഹം കുവൈത്തിൽ നിന്നൊരിക്കൽ നിർത്തിപ്പോയതാ. നാട്ടിൽ ജോലി ഇല്ലാത്തത് കൊണ്ടല്ല അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. നാട്ടിൽ മര്യാദക്കൊന്ന് നമസ്കരിക്കാനോ ഇമാമും മഅ്മൂമായിട്ട് ജമാഅത്തായി നമസ്കരിക്കാൻ പലപ്പോഴും സാധിക്കില്ല യാത്രകളിൽ. ഇവിടെയാണ് ആരാധനകൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് അദ്ദേഹം കണ്ട ആളുകളോട് മുഴുവൻ പറഞ്ഞിരുന്നത്. ഇത് നമ്മളൊക്കെ നമ്മുടെ കാതുകൊണ്ട് കേട്ടതാണ്, അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പത്തുനിന്നുള്ള ആ വാക്ക്. സഹോദരന്മാരെ, ആ മനസ്സിൻ്റെ പ്രാർത്ഥന, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സുബഹി നമസ്കരിക്കുമ്പോൾ ആ നല്ല വേളയിൽ തന്നെ, അതും പ്രഭാത നമസ്കാരത്തിൽ, ആ ഫജ്ർ നമസ്കാരത്തിന് പങ്കെടുത്താൽ തന്നെയുള്ള കൂലി ആലോചിച്ച് നോക്കും നിങ്ങൾ. അതിൻ്റെ മഹത്വം, ആ മഹത്വം ആ ആരാധനാകർമ്മത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു അദ്ദേഹത്തിന് ആ നല്ല ഒരു അന്ത്യം നൽകിയത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഈ നല്ല അന്ത്യം ലഭിക്കാൻ അങ്ങനെ എന്തെങ്കിലും ലക്ഷണം, ആ ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ട്. ധാരാളം ഹദീസുകളിൽ ധാരാളം ലക്ഷണങ്ങൾ, ഈ കുത്തുബയിലൊന്നും പറഞ്ഞാൽ തീരാത്തത്ര വലിയ ലക്ഷണങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്ന് സൽക്കർമ്മങ്ങളിൽ മുഴുകിയിരിക്കേ അയാളുടെ മരണം സംഭവിക്കാന്ന ആലോചിച്ച് നോക്കുങ്ങളെ. രണ്ടാമത്തത്, പിന്നെ ഒരു നാട് കാക്കാൻ വേണ്ടി, പിന്നെ
പിന്നെ അതിർത്തി കാക്കാൻ വേണ്ടി, മുറാബിത്ത് എന്ന് പറയും, അതിനു വേണ്ടി തുനിഞ്ഞു നിൽക്കുന്ന പട്ടാളക്കാരൻ അയാൾ. മൂന്നാമത്തത് കുടുംബ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയിട്ട് മരണം വരിക്കുക. സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാടിയിട്ട് മരണം വരിക്കുക. ആദർശം അഥവാ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടി മരിക്കുക. അതേപോലെ തന്നെ പലജാതി രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളൊക്കെ ബാധിച്ചിട്ട് ആ കെട്ടിടത്തിൽ നിന്ന് തകർന്നു വീണ് മരിക്കുക, കെട്ടിടം മുകളിൽ വീണ് മരിക്കുക, മുങ്ങി മരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നല്ല മരണത്തിന്റെ കാരണമായി അലാമത്തായി വിവരിച്ചു തരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലക്കിനു മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ആസന്നമായ ഒരാൾക്ക് നിങ്ങൾ എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ചൊല്ലിക്കൊടുക്കണം എന്നാ. കാരണം എന്താ? മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അയാൾ സ്വർഗത്തിന് അവകാശിയാണ്, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ സഹോദരന്മാരെ, നെറ്റിയിലെ വിയർപ്പുമായിട്ട് മരിച്ചു പോവുക എന്നുള്ളതാണ് മറ്റൊരു അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് ഖുറാസാനിലാണ്. അദ്ദേഹം തന്റെ സഹോദരനായ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി വരാൻ. ആ രോഗി മരണാസന്നയിലാണ്. അയാളുടെ നെറ്റി ഇങ്ങനെ വീർത്തിട്ടുണ്ട്. അപ്പോ പിന്നെ ബുറൈദ റളിയല്ലാഹു അൻഹു ഇത് കണ്ട് അല്ലാഹു അക്ബർ എന്ന് ആശ്ചര്യപ്പെട്ട് പറഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ബുറൈദ പറയാണ്. എന്താണ്? മൗത്തുൽ മുഅ്മിൻ ബിഅറഖിൽ ജബീൻ. നെറ്റിത്തടത്തെ വിയർപ്പുമായിട്ടായിരിക്കും ഒരു വിശ്വാസിയുടെ മരണം സംഭവിക്കുക എന്ന് ആലോചിച്ചുങ്ങള്. അപ്പൊ രണ്ടാമത്തെ ഒരു അടയാളമായിട്ട് അതാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് പിന്നെ ജുമയുടെ രാത്രിയിലോ രാവിലോ പകലിലോ ഒക്കെ മരിക്കുക. അതൊരു മഹാഭാഗ്യമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തിൽ ജുമുഅ ഇല്ലാ വഖാഹു ഔ ലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. ആലോചിച്ചുങ്ങള്, ആ ജുമയുടെ രാവിലോ പകലിലോ മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ആ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ കാത്തു സംരക്ഷിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹ് നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊന്ന് സഹോദരന്മാരെ, സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കേ മരിക്കുക. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സദക്ക പോലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കേ മരണം വരിക. മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല, അദ്ദേഹം പറയാണ്, അസ്നത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ സുദരി. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എൻ്റെ മാറിടത്തോട് നെഞ്ഞോട് ഞാൻ ചേർത്ത് വെച്ചു. എങ്ങനെ അങ്ങോട്ട് പിടിച്ചു? ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് പറയണം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക്, അയാളുടെ അന്ത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദോട് കൂടിയാണെങ്കിൽ അയാൾ സ്വർഗത്തിന് അവകാശിയാണ്. രണ്ടാമതും പഠിപ്പിച്ചു കൊടുക്കാണ്, വമൻ സാമ യൗമൻ ഇബ്തിഹാ വജ്ഹില്ലാ ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. ഒരാള് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ നോമ്പിലാണ് അയാളുടെ അവസാനം അന്ത്യം കുറിക്കുന്നതെങ്കിൽ അയാളും സ്വർഗവാസിയാണ്. വമൻ തസദ്ദഖ ബിസദഖ ഇബ്തിഗാ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഒരു സദഖ കൊടുക്കുകയും ഖുതിമ ലഹു ബിഹാ, ആ സദഖയോട് കൂടി അയാളുടെ അന്ത്യം കുറിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അയാളും സ്വർഗവാസിയാണ്. ആലോചിക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല മരണത്തിന്റെ ലക്ഷണം നമ്മെ പഠിപ്പിക്കണം. ഇതൊക്കെ ഈ ഒരു അവസരം, ഈ ഒരു സുവർണാവസരം എനിക്കും നിങ്ങൾക്കും ലഭിക്കുമോ സഹോദരന്മാരെ? അതിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ഇത്തരം നല്ല മരണം സംഭവിച്ചാൽ ഖബർ ശിക്ഷയിൽ നിന്ന് തന്നെ അള്ളാഹു സംരക്ഷണം നൽകും എന്നുള്ളതാണ്. മഹാനായ നോക്കൂ നിങ്ങൾ, ഷഹീദിന്റെ കൂലി പറയുന്നിടത്ത് അത് ഒരാൾ ഷഹീദായി മരിക്കുക എന്നുള്ളതും നല്ല മരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ അരുളി, മൻ ഖുതില ദൂന മാലിഹി, തന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ
ഫഹുവ ഷഹീദ്, അവൻ രക്തസാക്ഷിയാണ്. വമൻ ഖുതില ദൂന അഹ്ലി, തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, അയാൾ രക്തസാക്ഷിയാണ്. വമൻ ഖുതില ദൂന ദീനി, തന്റെ ആദർശത്തിന് വേണ്ടി, ആദർശ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരാൾ കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, അയാൾ രക്തസാക്ഷിയാണ്. വമൻ ഖുതില ദൂന ദമി, തന്റെ ആത്മസംരക്ഷണാർത്ഥം ഒരാൾ കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, അയാളും രക്തസാക്ഷിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, അപ്പോ ഈ രൂപത്തിലുള്ള രക്തസാക്ഷിത്വങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂൽ ഒരു നല്ല മരണത്തിന്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പറയുന്നത്. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന കാണാം, പ്ലേഗ്, അതേപോലെ തന്നെ വലിയ കോളറുകൾ, പ്ലൂരിസി പോലുള്ള ഇത്തരം വലിയ രോഗങ്ങൾ പിടിപെട്ടിട്ട് ചിലപ്പോൾ നമ്മൾ മരിക്കാറുണ്ട്, കൊറോണയ്ക്ക് അല്ലേ. അങ്ങനെ അതായാലും അതൊക്കെ ഷഹാദത്ത്, രക്തസാക്ഷിത്വം ലഭിക്കും എന്നതാണ് ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഉദ്ദൂന ഷഹീദ ഫീക്കും, നിങ്ങളിലെ ഷഹീദ് ആരൊക്കെയാണ് നിങ്ങൾ ഷഹീദായി കണക്കാക്കുന്നത്, എണ്ണുന്നത്, ഗണിക്കുന്നത്? ഖാലു, സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്, ആരാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടത് അവനാണ് ഷഹീദ് എന്ന് സഹാബത്ത് പറയണ്ടേ. ഖാല ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ഖലീൽ, അപ്പോ എന്റെ സമുദായത്തിലെ ആളുകൾ വളരെ, പിന്നെ ശുഹദാക്കൾ വളരെ കുറച്ചായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഖാലു ഫമാഹും യാ റസൂലല്ലാഹ്, ആരൊക്കെയാണ് ശുഹദാക്കൾ? ഖാല മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടവൻ രക്തസാക്ഷിയാണ്. വമൻ മാത ഫീ സബീലില്ലാഹി വഹുവ ഷഹീദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടവൻ രക്തസാക്ഷിയാണ്. വമൻ മാത ഫി തഊനി ഫഹുവ ഷഹീദ, പ്ലേഗ് പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടാൽ, അത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ രക്തസാക്ഷിയാണ്. വമൻ മാത ഫിൽ ബത്നി വഹുവ ഷഹീദ, വയറിന്റെ അകത്തുള്ള രോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല അല്ലേ, അത്തരം രോഗങ്ങൾ പിടിപെട്ടാൽ അങ്ങനെ മരിച്ചാലും അതൊക്കെ ഷഹീദിന്റെ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാണാം. സഹോദരന്മാരെ, പലപ്പോഴും നമ്മളൊക്കെ ഭാര്യമാർ, നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളൊക്കെ പ്രസവം, ഗർഭമുള്ള അവസ്ഥയിൽ ആ ശിശുവിന്റെ കാരണമായി മരണപ്പെടാറുണ്ട്. അതും ഷഹീദാണ് എന്നതാണ് ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം, ആ പൊക്കിൽ കൊടിയുമായിട്ട് ആ ഉമ്മയെ, ആ മരണപ്പെട്ട ഷഹീദായ ഉമ്മയെ ആ കുഞ്ഞ് സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അതുകൊണ്ട് സഹോദരന്മാരെ, മരിക്കണ സന്ദർഭത്തിൽ ശാന്തമായ മനസ്സോടുകൂടി മരിക്കാൻ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ മനസ്സേ എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന ആ സന്ദർഭം, ഇർജിഇ ഇലാ റബ്ബികി റാദിയതം മർദിയ, നിന്റെ രക്ഷിതാവിന്റെ സന്നിധിയിലേക്ക് സംതൃപ്തനായിക്കൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും നീ മടങ്ങുക എന്നാ മലക്കുകൾ ഇങ്ങനെ ആ മരണവേളയിൽ പറയാൻ നമ്മോട് പറയുമോ സഹോദരന്മാരെ? ഫദ്ഖുലീ ഫീ ഇബാദി, എന്റെ നല്ലവരായ ദാസന്മാരുടെ ആ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ നീ പ്രവേശിക്കുക. വദ്ഖുലീ ജന്നത്തി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കുക എന്ന മരണവേളയിൽ തന്നെ പറയുന്ന അത്തരത്തിലുള്ള ഒരു നല്ല മരണമാണോ എനിക്കും നിങ്ങൾക്കും വരാൻ പോകുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ആ സുജൂദിലായിരിക്കുമ്പോൾ, നമസ്കാരത്തിലായിരിക്കുമ്പോൾ ആ മരണം എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അത്തരം മഹാഭാഗ്യം ലഭിച്ച് ഈ ദുനിയാവിനോട് വിട പറയുന്ന, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ചിട്ടാണ്, ഏത് കോണിൽ വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ മരണം എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ആ മരണം ഏത് സമയത്തും കടന്നു വരും. അതിന് രോഗം ഉണ്ടാവണം എന്നില്ല അല്ലേ. ദക്കാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായികും വതഫാനി, മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ, ആ ടിം ടിം എന്ന് പറയുന്ന ആ ശബ്ദം മനുഷ്യനോട് ഓരോ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓ മനുഷ്യ, നിന്റെ ജീവിതം നിമിഷങ്ങളാണ്, സെക്കൻഡുകളാണ്. ഇത്ര നിമിഷം കുറഞ്ഞു പോയി, ഇത്ര സെക്കൻഡ് നിന്റെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോയി, നീ മരണത്തോട്, അവധിയോട് അടുത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഒരു നല്ല മരണത്തിന് വേണ്ടി സഹോദരന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് ജീവിക്കുന്ന, ആ മുവഹിദായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഖുവാനി ഫില്ലാഹി ഉസീകും ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, മരണവേളയിൽ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വിശുദ്ധ ഖുർആൻ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന തതവഫാഹുമുൽ മലായികത്തു, മലക്കുകൾ മനുഷ്യന്റെ റൂഹ് പിടിക്കണ ആ സന്ദർഭം അല്ലേ, ഈ ദുനിയാവിൽ നിന്ന് അവന്റെ ജീവിതം അവസാനിപ്പിക്കണ ആ സന്ദർഭം, ത്വയ്യിബീൻ നല്ലവരായ ആളുകൾ അവരുടെ ആ റൂഹ് പിടിക്കുമ്പോൾ യഖൂലൂൻ, ആ മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, അസ്സലാമു അലൈക്കും, ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിച്ചോളിട്ടോ, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ വിശ്വാസത്തോടൊപ്പം പ്രവർത്തിച്ചതിന്റെ ഫലമായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവിടെ വെച്ച് തന്നെ പറയുന്ന. അപ്പൊ സഹോദരന്മാരെ, ആ ഒരു മരണം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ ഓരോ നിമിഷത്തിലും. ഉറങ്ങുമ്പോഴൊക്കെ എന്തിനാ അങ്ങനെ ദിക്റെല്ലാം പറയുന്നത്, ആയത്തുൽ കുർസിയൊക്കെ ഓതാൻ പറയുന്നത് അല്ലേ, ആ ഉറങ്ങണതിന് മുമ്പ് നമസ്കരിക്കാൻ പറയുന്നത്, ആ ഉറക്കത്തിൽ നിന്ന് എണീച്ചാൽ തന്നെ അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്. ഈ മരണം ഒരു മഹാസംഭവം തന്നെയാണ് സഹോദരന്മാരെ. നമ്മുടെ ശിഷ്ടജീവിതം, ആ മുന്നോട്ടുള്ള ജീവിതം, അത് അവസാന നിമിഷമാണ്. അതനുസരിച്ചായിരിക്കും അത് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീമിന അല്ലേ, അവസാനം നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ പര്യവസാനവും ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ഒരു അന്ത്യത്തിന് വേണ്ടി, നല്ല മരണത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ആ സഹോദരൻ നജീബ് നന്ദി, ഷബീർ നന്ദി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരുടെ ബന്ധുമിത്രാദികൾക്ക് വന്നിട്ടുള്ള ആ പ്രയാസം അള്ളാഹു ദൂരീകരിച്ച് യഥാർത്ഥ മുത്തക്കിയായി ജീവിച്ച് മുന്നോട്ട് ജീവിതം നയിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഫൈഹ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ് നൗഫൽ കോടാലിയുടെ ഭാര്യയുടെ വല്യമ്മ, അദ്ദേഹത്തിൻ്റെയും വല്യമ്മ ഇന്നലെ മിനിയാന്ന് മരിച്ചിട്ടുണ്ട്. ആ മഹദിക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവർക്ക് വന്നിട്ടുള്ള വിഷമം അള്ളാഹു ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവെ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أجرنا من النار وأدخلنا الجنة يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.